ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗ്ലോബൽ വില്ലേജിൽ പോകുന്ന വീഡിയോ ആണ് കേട്ടോ. ഗ്ലോബൽ വില്ലേജ് എന്ന് വെച്ചാൽ ദുബായിലുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. അപ്പോൾ ഗ്ലോബൽ വില്ലേജിലേക്ക് പോകുന്ന വീഡിയോ ആണ് കേട്ടോ ഒന്ന് ചെയ്യുന്നത്. അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതിന് മുന്നായിട്ട് ഒരു 30 ദിർഹംസിൻ്റെ എൻട്രൻസ് ഫീ എടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മളതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ ഓരോ രാജ്യത്തിൻ്റെ ട്രഡീഷണലും അതുപോലെ ഓരോ രാജ്യത്തിൽ എന്തെല്ലാം വ്യാപാരങ്ങളുണ്ട് എന്നുള്ളതാണ് ഗ്ലോബൽ വില്ലേജിൽ കാണിക്കുന്നത്. പിന്നെ ഒരു ചെറിയ ചെറുതല്ല, അത്യാവശ്യം വലിപ്പമുള്ള ഒരു കുട്ടിയൊക്കെ കളിക്കാൻ പറ്റിയ പാർക്കും എല്ലാം കൂടിയാണ്. അപ്പോൾ നമ്മളൊരു ചായ കുടിച്ചിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം കാണിച്ചു തരാമെന്ന് വെച്ചാൽ നമ്മളൊരു ചായയെ തുടങ്ങിയിട്ട് അപ്പോൾ നമ്മൾ ഇവിടെ നിന്നൊരു നല്ല ഒരു ചൂട് ചായ കുടിച്ചിട്ട് നമ്മൾ മൊത്തത്തിൽ ഓരോ സ്ഥലത്ത് ഓരോ രാജ്യത്തിൻ്റെ ഉള്ളിലേക്ക് കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്താ പറയുക, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇന്ത്യേൻ്റെ മുന്നിലാട്ടോ. ഇന്ത്യയിൽ നിന്ന് തന്നെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മളെ രാജ്യത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണല്ലോ അതിൻ്റേത് ഒരിത്. അപ്പോൾ നമ്മൾ എന്താക്കി, ഇന്ത്യയിൽ നിന്ന് തുടങ്ങാമെന്ന് വെച്ച് ഇന്ത്യേൻ്റെ ഉള്ളിലൊക്കെ കയറി മൊത്തത്തിൽ കണ്ടത് ഇന്ത്യേൻ്റെ ഇതിങ്ങനെയാണുള്ളത് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഉള്ളിൽ കയറിയപ്പോൾ നമ്മളെ രാജ്യത്തിൻ്റെ ഡ്രസ്സുകളുണ്ട്, അതുപോലെ ക്രീമുകൾ, ബാഗുകൾ, ചെരുപ്പുകൾ, കമ്മലുകൾ, മാലകൾ എല്ലാം ഉണ്ട് കേട്ടോ. അതിൻ്റെ ഓരോ ഇതൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി നേരെ നടക്കുകയാണ്. അപ്പോൾ ഞാൻ ചുറ്റും ഒന്ന് വീഡിയോ എടുത്ത് ഇങ്ങനെ കാണിക്കുകയാണ്. ഇപ്പം ഞങ്ങളുള്ളത് ഖത്തറിൻ്റെ മുന്നിലാണ് കേട്ടോ. എല്ലാ രാജ്യത്തും നമുക്ക് സഞ്ചരിക്കാം കേട്ടോ. ഗ്ലോബൽ വില്ലേജിൻ്റെ ഉള്ളിൽ കയറി എല്ലാ രാജ്യത്തും നമ്മൾ പോയി എന്ന് നമുക്ക്, കാരണം അതിൻ്റെ ഉള്ളിൽ എന്തെല്ലാം ഇതുണ്ട് എന്നുള്ളത് നമുക്ക് കാണാമല്ലോ. അങ്ങനെ ഞങ്ങൾ എന്താക്കി, ഖത്തറിൻ്റെ ഉള്ളിലേക്ക് കയറി കേട്ടോ. ഖത്തറിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ കയറിയിട്ട് അതിൻ്റെ ഓരോരോ ഇതൊക്കെ നോക്കി ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. എന്തെല്ലാമാണ് സംഭവങ്ങൾ എന്നൊക്കെ ഇങ്ങനെ നോക്കി നടക്കുകയാണ് കേട്ടോ. എന്തൊക്കെയോ ക്രീമുകളും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയുള്ള കുറേ ചേട്ടന്മാരെന്താക്കി, ജ്യൂസ് ട്രൈ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് തന്നതാണ് കേട്ടോ. അപ്പോൾ അത് കുടിച്ചിട്ട് അതിൻ്റെ രുചി എന്താ പറയുക പറ്റാത്തത് കൊണ്ടാണ് അല്ലി ചിരിക്കണത് കേട്ടോ. അപ്പോൾ ഇവരാണ് നമുക്ക് എന്താക്കിയത് ട്രൈ ചെയ്യാൻ വേണ്ടി തന്നത് കേട്ടോ. അവിടെ നിന്ന് എന്താ പറയുക വെറുതെ എല്ലാം അവർ ട്രൈ ചെയ്ത് തരും കേട്ടോ. നമ്മൾ കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് വെറുതെ തരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങാം. അപ്പം നമ്മൾക്ക് ആ ജ്യൂസൊന്നും നമ്മളെ രുചിയൊന്നും നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ നടന്നതൊക്കെ നല്ല ബാഗുകളും ചെരുപ്പുകളാണെന്നൊക്കെ അല്ലേ, നല്ല ഭംഗിയുണ്ട് കാണാൻ. അങ്ങനെ ഞങ്ങളിങ്ങനെ മുന്നോട്ട് നടക്കുകയാണ് കേട്ടോ. അന്നൊരു അന്തവും കുന്തമൊന്നുമില്ല, എന്തൊക്കെയാണ് സ്ഥിതിഗതികൾ എന്നൊക്കെ ഇങ്ങനെ നോക്കി നടക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അപ്പോഴത്തേക്കും നമ്മൾ അതിൻ്റെ പുറത്തെത്തി കേട്ടോ. പുറത്തെത്തിയതേ അറിഞ്ഞില്ല, എല്ലാം കണ്ട് ഇറങ്ങിയപ്പോൾ നമ്മളതിൻ്റെ പുറത്തെത്തിയതേ അറിഞ്ഞില്ല കേട്ടോ. എന്തൊക്കെയോ ഒരു ചേട്ടൻ ചായയൊക്കെയാണ് അതൊന്ന് തൂക്കി പിടിച്ച് നിൽക്കുന്നുണ്ട്. അവരിൽ റോഡ് ഓഫ് ഏഷ്യ എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി ഏഷ്യയിലേക്കാണ് കയറാൻ പോകുന്നത്, ആഫ്രിക്ക അല്ലേ. ആഫ്രിക്കേൻ്റെ ഉള്ളിലേക്ക് കേട്ടോ ഇനി നമ്മൾ കയറാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആഫ്രിക്കേൻ്റെ ഉള്ളിലേക്ക് കിടക്കാം. എന്തൊക്കെയാണ് അവിടുത്തെ സംഭവങ്ങൾ, എന്തൊക്കെയാണ് അവിടുത്തെ വ്യാപാരങ്ങൾ എന്നൊക്കെ നമുക്ക് നോക്കാം. അടിപൊളി ക്രീം ഐറ്റംസ് കേട്ടോ. നമ്മളെ പെണ്ണുങ്ങളെ വീഴ്ത്താനുള്ള എല്ലാ ഐറ്റം ഉണ്ട്. ക്രീം, സ്ക്രബ് എല്ലാം ഉണ്ട്. അത് പറഞ്ഞ പോലെ തന്നെ അവർ ഷോപ്പിങ്ങിൽ നമ്മളങ്ങ് വീണു കേട്ടോ. സത്യം പറഞ്ഞാൽ അവർ നമ്മളെ കൈയൊക്കെ പിടിച്ച് നല്ലപോലെ അങ്ങ് മസാജും ചെയ്ത് ക്രീമൊക്കെ ഇട്ടെന്ന് നമ്മളങ്ങ് സൂചിപ്പിച്ച് തന്നിട്ടുണ്ടെങ്കിൽ നമ്മളെന്താക്കും അത് വാങ്ങുന്നവർക്കറിയാം. അത് അവർക്ക് നല്ലപോലെ അറിയുന്ന തന്ത്രമായതുകൊണ്ട് തന്നെ നമ്മളെ കൈ പിടിച്ച് വെച്ച് വാങ്ങി അവർ ഇരുത്തിയതാണ് കേട്ടോ. ഇരുത്തി കഴിഞ്ഞാൽ മസാജൊക്കെ ചെയ്ത് കണ്ടപ്പോൾ തന്നെ എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. നല്ല എന്തൊക്കെയോ അവർ പറയുന്നുണ്ട്, ഇത് എന്താ പറയുക കോഫി പൗഡറൊക്കെ വെച്ച് ഉണ്ടാക്കി അവർ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന സ്ക്രബാണെന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ എന്തായാലും അവർ ചെയ്യുന്ന മസാജൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, നല്ല മാറ്റവും തോന്നി കേട്ടോ. പക്ഷെ അവർ 1, 2, 3 എന്തൊക്കെയോ ക്രീമുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അത് എന്തെന്നാണെന്ന് നമുക്ക് മനസ്സിലായില്ല. പിന്നെ ഇതൊക്കെ നമ്മൾ ചോദിച്ച് പറയുമ്പോൾ അവർ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. അപ്പോൾ മുഖത്തുള്ള കറുപ്പും ഇതൊക്കെ പോകുന്നതാണ് പറയുന്നത് ഉപയോഗിച്ചാൽ. അപ്പോൾ ട്രൈ ആയിട്ട് കയ്യിൽ കാണിച്ചു തന്നതാണ് കേട്ടോ. എന്നെ നല്ലപോലെ എന്താ പറയുക കൈയൊക്കെ കഴുകി നല്ല വൃത്തിയാക്കി തന്നപ്പോൾ നമുക്ക് തന്നെ ഒരു വ്യത്യാസം തോന്നി കേട്ടോ. കുറച്ചൊരു നിറ വ്യത്യാസം തോന്നി, കാരണം കയ്യിലുള്ള ടാനൊക്കെ പോയപ്പോൾ നല്ലൊരു നിറം വന്ന പോലെ തന്നെ നമുക്ക് തോന്നി കേട്ടോ. അപ്പോൾ നമ്മളെന്തൊക്കെയാണ് അവിടെ നിന്ന് ഒരു സ്ക്രബും വാങ്ങി, ഒരു ക്രീമും വാങ്ങി. നല്ല മണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവരെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണെന്ന് പറഞ്ഞപ്പോൾ നമ്മളതങ്ങ് വാങ്ങി. അങ്ങനെ നോക്കുമ്പോൾ അവിടെ കുറേ എന്താ പറയുക അവരുടെ ട്രഡീഷണൽ ഡാൻസിന് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലിരിക്കുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ എന്തോ പ്രോഗ്രാം ഉണ്ട് തോന്നുന്നുണ്ട്, അവരുടെ ഡാൻസ് ഉണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് നമുക്ക് തിരിച്ചു പോകാമല്ലോ, അവിടെ നിന്ന് ഇറങ്ങാമെന്ന് ചോദിച്ചു. അപ്പോൾ തുടങ്ങിയിട്ട് അവരുടെ ഡാൻസ്.
എന്തൊക്കെയായാലും അവരുടെ ഡാൻസ് അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ട് കാണാൻ കേട്ടോ ഇങ്ങനത്തെ ഡാൻസൊക്കെ. നല്ല ഭംഗിയായിട്ട് കളിച്ചു, നല്ല രസമുണ്ടായിരുന്നു. അവരുടേതായ പാട്ടും കൊട്ടും ഡാൻസൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് കണ്ടു കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ അവിടുന്ന് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ നമ്മളിനി അടുത്തത് ഏത് രാജ്യത്ത് കയറണമെന്ന് ചിന്തിക്കുകയാണ്. അപ്പോൾ ഓരോ രാജ്യത്തിൻ്റെ പേര് ഞാൻ പറയുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞാനിതിൻ്റെ ഉള്ളിൽ ഒരു പ്രാവശ്യം വന്നതായതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുള്ളതെന്ന് അറിയാം. അതുകൊണ്ട് വലിയ ഇൻട്രസ്റ്റ് ഒന്നും എനിക്കില്ല. പക്ഷേ ഇവരൊന്നും കണ്ടിട്ടില്ലാത്തതുകൊണ്ട് എല്ലാത്തിൻ്റെ ഉള്ളിൽ കയറണമല്ലോ. അങ്ങനെ വിചാരിച്ച് നമ്മൾ ഓരോന്നിൻ്റെയും ഉള്ളിൽ കയറി അങ്ങനെ ഇറങ്ങി പിന്നെയും നടക്കാൻ അടുത്തതിലേക്ക് കയറണമല്ലോ എന്ന് പറഞ്ഞിട്ട് കയറുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ഏകദേശം ഒരു സന്ധ്യയൊക്കെ ആയി തുടങ്ങി കേട്ടോ. സന്ധ്യ ആയി തുടങ്ങിയപ്പോൾ തന്നെ മൊത്തത്തിൽ ലൈറ്റൊക്കെ വന്ന് നല്ല അടിപൊളി ആവുന്നുണ്ട് കണ്ടോ. ഇരുട്ടായി കഴിഞ്ഞാൽ മൊത്തത്തിൽ എന്താ പറയുക ഭയങ്കര ലൈറ്റ് സെറ്റൊക്കെ ചെയ്ത നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ഇപ്പം തന്നെ നല്ല ഭംഗിയായി തുടങ്ങി. അപ്പം നമ്മളെന്തൊക്കെയാ ഇനി എങ്ങോട്ടാണ് കയറേണ്ടതെന്ന് ചോദിക്കുമ്പോൾ വല്ലതും തുള്ളിച്ചാടുന്ന കണ്ടോ. അതിന് സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യ. നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അവൾക്ക്. എന്തായാലും ഇതിൻ്റെ ഉള്ളൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ നോക്കുമ്പോൾ അത്യാവശ്യം ജനങ്ങളൊക്കെ വന്ന് തിക്കും തിരക്കൊക്കെ ആയി തുടങ്ങിയിട്ടോ. ഏകദേശം ഇനി ആൾ കൂട്ടും തോന്നുന്നുണ്ട് ഇത് ഇരുട്ടാവുന്നതിനനുസരിച്ച്. കാരണം ഇപ്പോൾ നല്ലൊരു സീസണാണ്, എന്താ പറയുക അധികം ചൂടൊന്നും ഇല്ലാത്ത നല്ല തണുത്തൊരു സീസൺ ആയതുകൊണ്ട് ആൾക്കാർ രാത്രി സമയങ്ങളിൽ ഭയങ്കരമായിട്ട് ഇറങ്ങും ഓരോ സ്ഥലത്ത്. അപ്പോൾ നമ്മളിങ്ങനെ പോകുമ്പോൾ അടുത്തൊരു ട്രഡീഷണൽ ലുക്കിലുള്ള കുറച്ച് പേരെ കണ്ടു. അത് അവരുടെ ഡാൻസാണ് തോന്നുന്നുണ്ട്. നമ്മളതൊന്നും കണ്ടിട്ടില്ല. നമ്മളാകെ കണ്ടത് ആഫ്രിക്കക്കാരുടെ ഡാൻസാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഇറങ്ങുകയാണ്. അപ്പോൾ ഒരു പാർക്ക് സെറ്റ് ചെയ്ത് പാർക്ക് കണ്ട് വലിയൊരു പാർക്ക് ഉണ്ട് കേട്ടോ. അവിടെ വലിയൊരു യന്ത്രഊഞ്ഞാലൊക്കെ അല്ലേ. അങ്ങനെ നമ്മൾ അവിടേക്ക് പോകാമല്ലോ എന്ന് വെച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. നടന്നപ്പോൾ അവിടെ എനിക്ക് കാലിണങ്ങ് കഴിച്ചിട്ട് വയ്യ. അപ്പോൾ ഞാനൊന്ന് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഒഴിവും കണ്ടു. അപ്പോൾ ഞാൻ എന്താക്കി മെല്ലെ അവിടെ ഒന്ന് പോയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. എല്ലാവരും വിശ്രമിക്കുന്നുണ്ട്, അപ്പോൾ ഞാനൊന്ന് വിശ്രമിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയിരിക്കുകയാണ്. നമ്മൾ എവിടെയാണുള്ളത്? കൊറിയേൻ്റെ മുന്നിലാണ് ഉള്ളത് തോന്നുന്നുണ്ട് കേട്ടോ. കൊറിയയാണ് തോന്നുന്നുണ്ട്. അങ്ങനെ മെല്ലെ നമ്മളവിടെ നിന്ന് എണീറ്റൊക്കെ നടക്കുകയാണ് കേട്ടോ. കാരണം നമുക്കിത് കണ്ടൊക്കെ തീർത്ത് നേരെ വേഗം വീട്ടിലേക്ക് പോകാനുള്ളതാണല്ലോ. അപ്പോൾ ഏകദേശം ഇരുട്ടായി. ഇവിടെ നിന്ന് ഒരു 1.5 മണിക്കൂറോളം നമുക്ക് ട്രാവൽ ചെയ്യാനുണ്ട് റൂമിലെത്താൻ. അങ്ങനെ നമ്മളെന്തൊക്കെ ഇതെന്തോ ഒരു കടയാണ് കേട്ടോ. എന്താ അത് തങ്കുലോ അങ്ങനെ എന്തോ ഒരു കടയൊക്കെയാണ്. അപ്പോൾ നമ്മൾ പിന്നെ റോഡ് ഓഫ് ഏഷ്യയിലെത്തിയിട്ടോ. നമ്മൾ ചുറ്റിത്തിരിഞ്ഞ് പിന്നെ ഏഷ്യേൻ്റെ മുന്നിലെത്തി. പക്ഷെ അവിടെ കയറുന്നൊന്നുമില്ല. അവിടെ നമ്മൾ പിന്നെ പോയി ജപ്പാനാണ് കേട്ടോ. ഇനി ജപ്പാനാണ് ഈ കാണുന്നത് കേട്ടോ. ആഹാ എന്ത് രസത്തിലല്ലേ ലൈറ്റൊക്കെ വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട്. നമ്മൾ അതിലൊക്കെ കയറിയതാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ നേരെ പാർക്കിലേക്ക് പോകാമല്ലോ എന്ന് വെച്ചാൽ അവിടെ എന്തൊക്കെയോ റൈഡുകളൊക്കെ കാണുന്നുണ്ട്. വലിയ വലിയ റൈഡുകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അത് ഭയങ്കര ചുറ്റി കറക്കണ റൈഡൊക്കെ ഉണ്ട് കേട്ടോ. അത് കാണുമ്പോൾ തന്നെ തല ചുറ്റുന്നുണ്ട് സത്യം പറഞ്ഞാൽ. അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്നവരുടെ അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കില്ല എന്തായിരിക്കുമല്ലേ. എൻ്റെ അമ്മോ എന്തെന്നാ അത് കാണിക്കണേ. നാട്ടിലൊന്നും കണ്ടിട്ടില്ലാത്ത തരം റൈഡുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. നടന്നിട്ട് എത്തണില്ലല്ലോ അതിൻ്റെ ഉള്ളിൽ. എത്തിയിട്ടും കാര്യമൊന്നുമില്ല. ഞാൻ അതിലൊന്നും കയറില്ല. എനിക്ക് എല്ലാത്തിലും കയറാൻ പേടിയാണ് കേട്ടോ. ആകെ കയറുന്നൊരു യന്ത്രഊഞ്ഞാലയിലാണ്. അതിലിത് നമ്മൾ എന്താ പറയുക ഭയങ്കര വലിയൊരു യന്ത്രഊഞ്ഞാലയാണ് കേട്ടോ. ചെറുതൊന്നുമല്ല, അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. അപ്പോൾ അല്ലു തങ്കൂട്ടാൻ ഏതിൽ കയറുന്ന ചന്തം വിട്ട പോലെ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഓരോ റൈഡുകൾ ആസ്വദിച്ചെടുക്കാം. അയ്യോ അതിൻ്റെ ഇടയ്ക്ക് കണ്ടോ എൻ്റെ അമ്മ അതിൻ്റെ മുകളിൽ കിടന്ന് വട്ടം ചുരുങ്ങുന്ന കുറേ ആൾക്കാരുണ്ട് കേട്ടോ. എന്തായിരിക്കും അവരുടെ അവസ്ഥ എൻ്റെ അമ്മ. എനിക്ക് തന്നെ കണ്ടിട്ട് തല ചുറ്റുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ഒരവസ്ഥ എന്തായിരിക്കും അല്ലേ. ഭയങ്കരം തന്നെ. എന്തായാലും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അതിൽ ഇഷ്ടംപോലെ ആൾക്കാരും കയറുന്നുണ്ട്. ആർക്കും പേടിയൊന്നുമില്ല തോന്നുന്നുണ്ട്. അങ്ങനെ നമ്മൾ പോവുകയാണ് ഗൈസ്. നടന്ന് സത്യം പറഞ്ഞാൽ പറഞ്ഞു നടന്ന് ഞാൻ മടുത്തു. കുറേ ദൂരത്തേക്ക് പോവാം. അപ്പോൾ ഇതെന്ത് സംഭവം. ആഹാ നല്ല ലൈറ്റ് വന്ന് മൊത്തത്തിൽ കേട്ടോ. അപ്പോഴത്തേക്ക് എൻ്റെ ഫോണിൻ്റെ ക്ലാരിറ്റി ഏകദേശം കുറഞ്ഞു തുടങ്ങി. മൊത്തത്തിൽ ലൈറ്റ് വന്ന് എന്ത് രസമാണ്. നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഫോണിൽ കുറച്ച് ക്ലാരിറ്റി കുറഞ്ഞുകൊണ്ടാണ് കാണാത്തത്. അങ്ങനെ അതൊക്കെ കണ്ട് ആസ്വദിച്ച് നമ്മൾ ഇറങ്ങി ഗൈസ്. നമ്മളങ്ങനെ നേരെ പോവുകയാണ് ഗൈസ്. റൂമിലേക്ക് പോകാമല്ലോ എന്ന് വിചാരിച്ചിങ്ങനെ പോവുകയാണ്. അപ്പോഴത്തേക്ക് നമുക്ക് വിശന്ന് നല്ലപോലെ വിശക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പച്ചമുളക് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് കയറി ഗൈസ്. അങ്ങനെ പച്ചമുളക് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് നമ്മൾ നല്ല ഫുഡൊക്കെ ഓർഡർ ചെയ്ത് നല്ലോണം അങ്ങോട്ട് വയറ് നിറച്ച് കഴിച്ചു കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഫുഡായിരുന്നു. അതുകൊണ്ടാണ് ഈ റെസ്റ്റോറൻറ്റിൽ തന്നെ കയറുന്നത് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ ഇവിടുത്തെ ഫുഡിന്. അങ്ങനെ ഫുഡൊക്കെ വന്ന് ഗൈസ് കണ്ടില്ലേ. ആരും വെള്ളം ഇറക്കരുത്, ഞങ്ങൾക്ക് കൊതി പിടിക്കുന്നതായിരിക്കും.
അങ്ങനെ ഞങ്ങളതെല്ലാം കഴിച്ച് നേരെ റൂമിലേക്ക് പോയി. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്.